പത്തനംതിട്ടയിൽ പ്രതിയെന്ന് സംശയിച്ച് യുവാവിനെ ക്രൂരമായി തല്ലിച്ചതച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് യുവാവ് പരാതി നൽകിയിരുന്നു. സുജു, ഏതായാലും ഈ പോലീസിൻ്റെ ക്രൂരത അത് ഒരിക്കൽ കൂടി വെളിവാകുന്ന തരത്തിലേക്കാണ്. നമുക്കറിയാം, നേരത്തെ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലൊരു വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട സാഹചര്യം മാധ്യമങ്ങൾക്കുണ്ടാകുമായിരുന്നില്ല. ഇവിടെ ഈ സംഭവം ഉണ്ടായ 2 ദിവസമായിട്ട് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. അതിക്രൂരമായ പീഡനമാണ് ആ 20 വയസ്സുകാരനെ ഏൽക്കേണ്ടി വന്നത്. ഏതായാലും ഡിവൈഎഫ്ഐയും CPIM രംഗത്തുണ്ട്. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, ഇക്കാര്യത്തിൽ ഇന്ന് പുതിയ 3 ഡെവലപ്മെന്റ്. ഒന്ന്, പരാതി കൊടുത്തു. മറ്റൊന്ന്, അതിനേക്കാൾ ഗൗരവമുള്ളതാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ നിയമവിരുദ്ധമായിട്ടാണ് ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തുന്ന ആ കുട്ടികളും രക്ഷിതാക്കളും പരാതിയായി എത്തി. ഒരു കുട്ടിയെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അതിൻ്റെ അമ്മയോ അടുത്തില്ലായിരുന്നു എന്നാണ് പരാതി പറയുന്നത്. മാത്രമല്ല, പുലർച്ചെ 5-നും 6-നൊക്കെ കസ്റ്റഡിയിലെടുത്തിട്ട് വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് ഈ കുട്ടികൾക്ക് ഭക്ഷണം പോലും നൽകിയത്. മാത്രമല്ല, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ മാതാപിതാക്കളെ ഏത് കേസിലാണ് കസ്റ്റഡിയിലെടുക്കുന്നത് പോലും വ്യക്തമാക്കാതെ ആ കസ്റ്റഡിയിലെടുക്കുകയും ഇരുട്ടുമുറിയിൽ വെച്ച് ചോദ്യം ചെയ്യുകയും കോളറിന് കുത്തിപ്പിടിച്ച് കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ പുറത്തുവിടില്ലെന്ന് പോലീസ് പരാതിപ്പെട്ടുവെന്ന് ഇന്ന് കൂടുതൽ കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളും പരാതിയായി എത്തുകയും ചെയ്തു. മാത്രമല്ല, ഈ കേസിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തി. യുവാവ് പോലീസ് മേധാവിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി ഇങ്ങനെ വിവരം അറിഞ്ഞു, കൂടുതൽ കാര്യം അറിയില്ലെന്നാണ് ചെന്നിത്തല ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും പ്രതിഷേധം കനക്കുകയാണ് പോലീസിന്റെ കിരാതമായ നടപടിക്കെതിരെ. സിജു. ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.